ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ ഊണാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ചുണ്ടയ്ക്ക തീയലാണ്. ഇത് അച്ഛൻ്റെ അടുത്ത് പോയപ്പം അവിടെ ക്വാർട്ടേഴ്സിൻ്റെ നടയിൽ ഇതിൻ്റെ ഒരു തൈ നിൽപ്പുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം പോകുന്ന സമയത്ത് അത് പൂത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ കായൊന്നും അങ്ങനെ പിടിക്കത്തില്ല. കാ പിടിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലത്തുമില്ല. ഇപ്രാവശ്യം കായൊക്കെ ആയിട്ട് നിൽക്കുന്നപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ അടിച്ച് കുറച്ച് പറിച്ചെടുത്തു. ഇവിടെ വന്നപ്പോൾ ഇവിടെ 2-3 ദിവസത്തേക്ക് ചിക്കനും മീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് എടുത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ആ തണ്ടിനൊക്കെ ഒരു വാട്ടലുണ്ട്, എങ്കിലും കായ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നാടൻ കറിയായ ചുണ്ടയ്ക്ക തീയലാണ് ഇന്നത്തെ നമ്മുടെ നാടൻ ഊണിനകത്ത് വിളമ്പാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് തീയലിനുള്ള തേങ്ങ വറക്കാനാണ്. അതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 മുറി തേങ്ങയും 1/2 സ്പൂൺ കുരുമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ മുളകും മല്ലിയും പൊടിക്കാത്തതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ലാസ്റ്റാണ് ഇത് തേങ്ങയൊക്കെ നല്ല ചുമക്കണ വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തീയൊക്കെ കുറച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് നല്ല ചുമക്കണ വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ കൂടെ നിന്ന് നല്ലതുപോലെ നോക്കി നല്ല വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റിയെടുക്കാം. കുറേ നേരം ഇട്ട് ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നല്ല ചൂടായി കിടക്കുന്ന ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം മതി. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിൽ തന്നെ ഇരുന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് നിരത്തി വെച്ച് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇത് നേരത്തെ പൊഴിച്ചു വെച്ച ചുണ്ടയ്ക്ക അമ്മിക്കല്ലിലോ ഇതുപോലെ ചപ്പാത്തി പലകയിലോ ഒക്കെ വെച്ച് ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിത് ചപ്പാത്തി കല്ലാണ്, അതിൽ ഇതുപോലെ കുഴവി വെച്ച് ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിന് മുമ്പിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് തോരൻ വെക്കുന്നതായിരുന്നു. ഇതിൻ്റെ കൂടെ ചക്കക്കുരു ഒക്കെ ഇട്ട് തോരനും വെക്കും, ഇല്ലാതെ മസാല തോരനൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ച് വെള്ളത്തിലിടണം. ഇതിന് കറയുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഞെവിടി കഴുകി 2-3 വെള്ളത്തിൽ ഇതുപോലെ കഴുകി എടുക്കണം. ഇല്ലെങ്കിൽ ഇത് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഞെവിടി കഴുകിയെടുക്കട്ടെ. ഇത് തീയലിന് ആവശ്യമുള്ള പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. പിഴിഞ്ഞ് ചേർക്കുമ്പോൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായപ്പോൾ അതിലേക്ക് 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ നാടൻ കറികളെല്ലാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. 1/2 സ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ ഇപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ 2 സവാള എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 മതി. പിന്നെ 2 പച്ചമുളകും കൂടെ ഇത് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തത്. ചെറിയ ഉള്ളിയാണെങ്കിൽ തീയലിന് ഏറ്റവും നല്ലത് അതാണ്. ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു 1/2 വേവ് ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 1/2 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചുണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ട ഒരു ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസിൻ്റെ കണക്കെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിനെ ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയും ഇതും കൂടെ ഒന്നിച്ച് വഴറ്റി എടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഇപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇത് നല്ല വെന്തതാണ്. അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അരച്ച് ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന്
1 മിനിറ്റ് ഇത് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ അരപ്പും കൂടെ നല്ല വഴണ്ട് കിട്ടും. അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പുളി ഇട്ടേക്കുന്നതിന് ആ വെള്ളവും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. പുളിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അതിനൊന്നും അളവില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. തീയലിന് പുളി കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കണം. ഒരുപാട് ചാറ് വേണ്ടുന്നവർക്ക് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ചാറേ ചേർക്കുന്നുള്ളൂ. ഒരു കുഴമ്പ് രൂപത്തിലിരിക്കുന്ന തീയലൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് നല്ല തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമ്മളത് ഓഫ് ചെയ്താലും ഇരുന്ന് ഇത് കുറച്ചും കൂടെ വറ്റും. അപ്പോൾ നമുക്കിത് കറി എടുക്കാനൊക്കെ നല്ല ഇതായിരിക്കും. ഒരുപാട് വെള്ളമായിട്ട് കിടന്നാൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് തോന്നൂല. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു 3 തണ്ട് കറിവേപ്പില അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്ന സമയത്ത് നല്ല മണവുമായിരിക്കും, നല്ല കറക്റ്റ് പരുവത്തിന് ഇരിക്കും. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഊണ് വിളമ്പാം. ചൂട് ചോറ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക തീയൽ, ഇതിപ്പോൾ നല്ല കുറുകിയിരിക്കുകയാണ്. അതും കുറച്ചൊഴിച്ച്, പിന്നെ മാങ്ങ അച്ചാറാണ്. ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുട്ടി പപ്പടം, ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എല്ലാ പ്രാവശ്യം പപ്പടം എടുക്കുമെങ്കിലും ചെറിയ പപ്പടം കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഊണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് ഇതാണ്. ഒരുപാട് കറികളൊന്നും ഇല്ലാതെ കുറച്ച് കറി മാത്രം, ഒരു നാടൻ തീയൽ കൂട്ടിയുള്ള ഒരു ഊണാണ്. അതിൻ്റെ കൂടെ പുളിശ്ശേരിയും പപ്പടവും അച്ചാറുമാണ് എടുത്തിരിക്കുന്നത്. പുളിശ്ശേരിയിലെ ആ മുളക് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് ആ തീയലും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇത് കാണുമായിരുന്നു. ഇപ്പോൾ ഇതങ്ങനെ കാണാറേ ഇല്ല. ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ ഇതുപോലെ കണ്ടപ്പോഴാണ് പറിച്ചുകൊണ്ട് വന്ന് തോരനൊക്കെ വെച്ചത്. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ കാണാറേ ഇല്ലായിരുന്നു. പണ്ടൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പറിച്ചുകൊണ്ട് വന്ന് പലതരത്തിലുള്ള കറികൾ വെക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ആരും കണ്ടാൽ പോലും എടുക്കാറില്ല, കാരണം ഇത് കുറച്ച് ജോലിയുള്ള കാര്യമാണ്. കുറച്ച് നേരം നമ്മൾ ക്ഷമയോടുകൂടി ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാടൻ കറി നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.